നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീല് ഹെയ്ത്തിക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളിന് വിജയിച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പിലെ ആദ്യ വിജയം സ്വന്തമാക്കിയല്ലോ. കളി പലരും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൃത്യമായിട്ട് അത് വിലയിരുത്തി അടുത്ത കളിക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സും മറ്റുമൊക്കെ ചെയ്യേണ്ടയാൾ ആരാണ്? അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നമ്മൾ നോക്കുകയാണ്. കാർലോ അഞ്ചലോട്ടിയുടെ വിലയിരുത്തൽ. കളിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ആദ്യ പകുതി വളരെ മികച്ചതായിരുന്നു, രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ടീം നന്നായി കൺട്രോൾ ചെയ്ത് തന്നെയാണ്, ഗെയിം കൺട്രോൾ ചെയ്ത് ബ്രസീൽ തന്നെയാണ്, പക്ഷേ കൂടുതൽ ഗോളുകൾ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അതോടൊപ്പം വിനിയുടെ പെർഫോമൻസ് അദ്ദേഹം എടുത്തു പറയുന്നു. പിന്നെ രണ്ടാം പകുതിയിൽ ഹെയ്ത്തിക്ക് ഒരു അവസരം കൊടുക്കുന്ന രൂപത്തിലേക്ക് ബ്രസീൽ മാറിയോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെയല്ല. ഹെയ്റ്റി സ്വാഭാവികമായിട്ടും അവരുടെ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ബ്രസീൽ അത് 3-0 ഒക്കെ ആകുമ്പോൾ അത് സ്ലോ ഡൗൺ ആവും. അത് സ്വാഭാവികമാണ്, ഫുട്ബോളിൽ ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കളിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും വി വെയർ മച്ച് ബെറ്റർ ഇൻ ദി ഫസ്റ്റ് ഹാഫ്. ആദ്യ പകുതിയിൽ ഞങ്ങൾ ഏറെ മികച്ച രൂപത്തിലായിരുന്നു, കൂടുതലായിട്ട് മുന്നേറ്റത്തിൽ ഞങ്ങൾ കൂടുതൽ എഫക്റ്റീവായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾക്ക് തന്നെയായിരുന്നു കൂടുതൽ കൺട്രോള്, ഒരുപാട് അവസരങ്ങളും ഉണ്ടായിരുന്നു, കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യേണ്ടതായിരുന്നു. ഓവറോൾ ഇതൊരു ഗുഡ് ഗെയിമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. പിന്നീട് അദ്ദേഹം താരങ്ങളെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം ഇപ്പം മിഡ്ഫീൽഡിൽ കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, പക്വറ്റ, മാത്യസ് കുഞ്ഞ കൂടി മുന്നേറ്റത്ത് കൂടി സഹായിക്കുന്ന രൂപത്തിലേക്ക് കുഞ്ഞ കൂടി വരുമ്പോൾ അത് ടീമിന് ഗുണമാകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നമ്പർ 9 പൊസിഷൻ ആണോ ശരിക്കും കുഞ്ഞയുടെ, അതോ പുറകോട്ട് ഇറങ്ങുന്നില്ലേ, എന്ത് തരത്തിലുള്ള ടാക്റ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അദ്ദേഹത്തിലൂടെ സാധ്യമാക്കുന്നത് ചോദിക്കുമ്പോൾ ആഞ്ചലോട്ടിയുടെ മറുപടി, ഈ ഒരു ഗെയിമിൽ മാത്യസ് കുഞ്ഞയുടെ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഡിഫൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. ദെൻ അദ്ദേഹം പാസസ് വളരെ മികച്ച രൂപത്തിൽ ഫിൽട്ടർ ചെയ്തെടുത്തു. അദ്ദേഹം ആ പൊസിഷനിലേക്ക് വളരെ മികച്ച രൂപത്തിൽ ഗോൾ അടിക്കാനുള്ള പൊസിഷനിലേക്ക് എത്തുകയും ചെയ്തു. സോ അതൊരു ഓപ്ഷനാണ്. ഏതായാലും ഒരു ക്ലിയർ ഐഡൻറ്റിറ്റി, ഇങ്ങനെയേ കളിക്കൂ എന്നുള്ളതൊന്നും ഞാൻ മനസ്സിൽ വെക്കുന്നില്ല. അടുത്ത ഗെയിമിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കാര്യങ്ങളിൽ മാറ്റം വരുത്തും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് വിനിയുടെ പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി, വിനി വേൾഡ് കപ്പിന് വളരെ മികച്ച രൂപത്തിലാണ് വന്നിരിക്കുന്നത്, എക്സലൻറ്റ് കണ്ടീഷനിലാണ്. ഏതായാലും വിനീഷ്യസ് വേൾഡ് കപ്പിൽ ഈ രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ മികച്ചതാണ് ടീമിന് എന്ന് കോച്ച് പറയുന്നു. നെയ്മർക്ക് അടുത്ത കളി കളിക്കാൻ പറ്റുമോ? സ്കോട്ട്ലൻഡിനെതിരെ സുപ്രധാനമായ ചോദ്യം വരുന്നു കോച്ചിനോട്. കോച്ചിൻ്റെ മറുപടി, യെസ്, നെയ്മർ വിൽ ട്രെയിൻ ഇൻഡിവിജ്വലി ടുമാറോ. നാളെ നെയ്മർ ഇൻഡിവിജ്വലി ട്രെയിനിങ് നടത്തും. അതിനുശേഷം അദ്ദേഹം ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ്ങിലേക്ക് കടക്കും. പിന്നീട് സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിന് അദ്ദേഹം സജ്ജമാകും എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. അതുപോലെ തന്നെ ടീമിൻ്റെ അറ്റാക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, വിനി കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് കയറി കളിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഡഗ്ലസ് സാന്റോസിന് ഇടത് വർഷം കൂടുതൽ കളിക്കാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുക. വിനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1-on-1 സിറ്റുവേഷനിൽ മാത്രമല്ല ഡേഞ്ചറസ് ആവുന്നത്, ബട്ട് ഓൾസോ അറ്റാക്കിംഗ് ഡെപ്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെൻറ്റർ ഓഫ് ദി ഫീൽഡിൽ അദ്ദേഹം കൂടുതൽ ഡേഞ്ചറാണ്. ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിന് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അതോടനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് വിനിയെ ഉപയോഗപ്പെടുത്തുക. പിന്നെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി ഫിക്സ്ഡ് ആണത് റാഫിഞ്ഞയും റയാനും. കാരണം അവിടെയാണ് അവർ കൂടുതൽ നല്ല രൂപത്തിൽ കളിക്കാൻ അവർക്ക് കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബാക്ക് ലൈനിൽ ഡാനിലോ. ഇതാണ് ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി കോച്ച് പറയുന്നു. പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു, സെക്കൻഡ് ഹാഫിൽ ഒരല്പം സ്ലോ ആയോ? അതൊരു നേച്ചുറൽ പ്രിസർവേഷൻ പോലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം 3-0 ലീഡ്, സ്വാഭാവികമായിട്ടും ഫുട്ബോളിൽ അങ്ങനെ വരുമ്പോൾ സ്ലോ ഡൗൺ ആവുക എന്നുള്ളത് സാധാരണ കാണാറുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളില്ല, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. ബ്രസീൽ ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും, വരും കളികൾ എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ടീമിൻ്റെ കളിയുടെ ക്വാളിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് എറേഴ്സ് മാക്സിമം കുറയ്ക്കുക, എന്നിട്ട് മുന്നേറ്റത്തിൽ എഫക്റ്റീവ്നെസ് കൂടുതൽ വർദ്ധിപ്പിക്കുക, അതാണ്. പിന്നെ നല്ല രൂപത്തിലുള്ള കൺട്രോൾ ചെയ്യുക. ഡിഫെൻസീവ് ലെവലിൽ ഒരു നല്ല ഗെയിം കളിച്ചിട്ടുണ്ട്. ഒബിയസ്ലി ഞങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഞങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുമുണ്ട്, ഇനിയും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും അടുത്ത കളിക്ക്. സോ വി ഹാവ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഗ്രൂപ്പ് സ്റ്റേജ് ടു സ്റ്റാർട്ട് ദി നോക്കൗട്ട് സ്റ്റേജ് എന്നാണ് കോച്ചിൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹം ബ്രസീൽ ഹെയ്ത്തിക്ക് ബിൽഡ് ചെയ്യാനുള്ളൊരു അവസരം രണ്ടാം പകുതി കൊടുത്തു ചോദിക്കുന്നത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, അങ്ങനെയില്ല. ഹെയ്ത്തി സ്വാഭാവികമായിട്ടും അവരും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അവരുടെ ടാക്റ്റിക്കലായിട്ടുള്ള ചെറിയ ചേഞ്ചസ് വരുത്തി അതനുസരിച്ച് അവർ ആക്രമിച്ച് കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല എന്നുകൂടി കോച്ച് പറയുന്നത്. ഏതായാലും കോച്ച് ഹാപ്പിയാണ്.
ബ്രസീൽ ടീമിൻ്റെ ആദ്യ പകുതി വളരെ മികച്ചതായിരുന്നു. രണ്ടാം പകുതിയിൽ ടീം നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. കിട്ടിയ അവസരങ്ങൾ കൂടുതലുണ്ടായിരുന്നു, അത് ഗോളാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല, വ്യാകുലതപ്പെടേണ്ടതില്ല എന്ന് തന്നെ ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.